ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സിസ്റ്റർ മേരി ഇഗ്നേഷ്യസ്. ഇവിടെ ഈ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂവറിന്റെ ഈ ഇസ്താംബൂളിലുള്ള കോൺവെന്റിലെ വർഷങ്ങളോളം മദർ സുപ്പീരിയർ ആയിട്ട് ജോലി ചെയ്ത ഒരു മദറാണ്. ഇവിടെയാണ് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഇന്ന് ഇവിടെ സന്ദർശിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇവരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് പാവങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുന്നവരെ സംബന്ധിച്ച് മാർപ്പാപ്പ അവരുടെ ഭവനത്തിലെത്തുക, അവരെ സന്ദർശിക്കുക, അവർക്ക് സന്ദേശം നൽകുക, അത് വലിയൊരു കാര്യമാണ്. 133 വർഷങ്ങളായി ഇസ്താംബൂളിലെ ഈ കോൺവെന്റ് എന്നാ പറഞ്ഞത്. അപ്പം സിസ്റ്റർ മേരി ഒന്ന് പങ്കുവയ്ക്കാമോ, എങ്ങനെയാണ് പ്രത്യേകമായ അനുഭവം ഇത് മാർപ്പാപ്പ വരുന്നു കേട്ടപ്പോ? മാർപ്പാപ്പ വരുന്നു കേട്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു. കാരണം ഇത്രയും ചെറിയൊരു സ്ഥലത്ത് എങ്ങനെ വരാമെന്ന് വിചാരിച്ചു ഞങ്ങള്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ പിതാവുണ്ടല്ലോ മാക്സിമിലിയാനോ, അങ്ങോരാണ് ചോദിച്ചത് ഇവിടെ വരാനായിട്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ സിസ്റ്റേഴ്സ്, ഇങ്ങനെ വയസ്സായവരെ നോക്കണ ഒരു മഠം, അതായത് പാവപ്പെട്ടവരെ. മറ്റുള്ള മഠങ്ങൾ അല്ല, വയസ്സായവരെ നോക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ സിസ്റ്റേഴ്സ് അല്ല. ഗവൺമെന്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര വാല്യൂ ആണ്, ആർക്കും പോകാത്ര എളുപ്പമല്ല. കാരണം ഞങ്ങള് ഈ കാശില്ലാത്തവരും എന്തെങ്കിലും ഒരു മിനിമം വരുമാനം ഉണ്ടെങ്കിൽ അവർ എടുക്കും ഞങ്ങള്. പിന്നെ നമ്മുടെ സ്പിരിച്വൽ പോവർട്ടി ഒക്കെ നോക്കണം, അവരുടെ സിറ്റുവേഷൻ, കുടുംബങ്ങൾ ഉണ്ടായാലും ഫാമിലി ഉണ്ടായാലും നോക്കാൻ ആരുമില്ല. പിന്നെ സ്പിരിച്വൽ പോവർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൺസിഡറേഷൻ എടുക്കും. ഇപ്പോ 60 പേരുണ്ട്. 60, അത് എല്ലാ മതങ്ങളിലും പെട്ടവരുണ്ട്, എല്ലാ മതവും. ഞങ്ങൾക്ക് ഇവിടെ കാത്തോലിക് ഉണ്ട്, അർമേനിയൻ ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ് ആൻഡ് ജൂവിഷ് 2 പേരുണ്ട്, ഗ്രീക്ക് ഓർത്തഡോക്സ് 2 പേരുണ്ട്, പിന്നെ മുസ്ലിമാണ്. എല്ലാം മിക്സ്. ഞങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഇല്ല. അവരെ നമ്മളിവിടെ നോക്കുന്നത് അവർക്ക് ആരോഗ്യം ഇല്ലാത്തവരാണോ അതെയോ നിവൃത്തിയില്ലാത്തവരാണോ? ചിലവർക്ക് കുടുംബമുണ്ട്, പക്ഷെ അവർക്ക് നോക്കാൻ പറ്റില്ല. അത് നമുക്കതറിയാലോ. ഒരു മോന്റെ അമ്മ അങ്ങനെ വിചാരിക്കും, മോനിഷ്ടമുണ്ട് അമ്മേനെ അവിടെ നിർത്താൻ, പക്ഷെ മോന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് വേറെ വഴിയില്ല. അപ്പോ അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുണ്ട്. 63 പേര് ഇവിടെ ഉണ്ട് ഇപ്പൊ നിലവിൽ. ഇപ്പൊ 60 പേര്. അത്രയും പേരെ നോക്കാൻ ആകെ 6 സിസ്റ്റേഴ്സ് ഉള്ളൂ. 6 സിസ്റ്റേഴ്സ്. ഞാനിവിടെ ശ്രദ്ധിച്ചത് നിങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തോടെ ഓടി നടന്ന്. ഈ സന്തോഷം കണ്ടപ്പോഴാണ് ഞാൻ എന്റെ ഒരു വൊക്കേഷൻ ആയി ഡിസൈൻഡ് ടു ബിക്കം എ ലിറ്റിൽ സിസ്റ്റർ. ഞാൻ കുന്നൂർ പോയി അവിടെ ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ കണ്ടു. നമ്മുടെ കേരളത്തിലില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അവരെ കണ്ടപ്പോ ഞാനും ഇതന്നെ വിചാരിച്ചു, ഇത് എങ്ങനെ ഇത്ര സന്തോഷത്തിൽ ജീവിക്കണം, ഈ വയസ്സായതൊന്നും അവരുടെ അല്ലല്ലോ. ഞാൻ അങ്ങനെ വിചാരിച്ചു. അതിപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉണ്ട്. മാർപ്പാപ്പ ഇന്ന് ഇവിടെ വരുമ്പോ എന്ത് തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡ്. പക്ഷെ അത്ര ഈസി അല്ലായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കാരണം 3 പ്രാവശ്യം വത്തിക്കാനിൽ നിന്ന് ഗ്രൂപ്പ് വന്നു ചെക്കിംഗ് ഒക്കെ ചെയ്യാൻ. പിന്നെ അവര് തന്നെ സെലക്ഷൻ ചെയ്തു പള്ളിയിൽ എല്ലാവരും കൂടാനായിട്ട്, ഞങ്ങളുടെ പള്ളിയില്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ കുറച്ചു പേരെ ഇൻവൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അവർ പറഞ്ഞു ഞങ്ങളുടെ ബെൻഫാക്ടറും ഫ്രണ്ട്സിനെ, ക്ലോസ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇൻവൈറ്റ് ചെയ്തപ്പോ എങ്ങനെയാണെന്നറിഞ്ഞൂടെ, എല്ലാവരും പിന്നാലോടി നിൽക്കായിരുന്നു. അങ്ങനെ എന്നിട്ട് വിഷമായി. കാരണം 140 പേര് പുറത്തുണ്ട്, 150ഓളം പേരുണ്ട് പുറത്തുനിന്ന്. പിന്നെ ഞങ്ങളുടെ വയസ്സായ ഒരു 60 പേര്, സിസ്റ്റേഴ്സ് 6 പേര്, പിന്നെ ജോലിക്കാർ 20 പേരുണ്ട് ഇവിടെ. അപ്പൊ അവരൊക്കെ കൂടുമ്പോ പള്ളിയുടെ വലുപ്പം പോലെ. എന്നാലും എല്ലാവർക്കുള്ള സ്ഥലം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പോലീസ് വന്നിട്ടുണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് കൺട്രോള്. അറിഞ്ഞൂടെ, ഇപ്പൊ ആരെങ്കിലും ലിസ്റ്റിൽ ഇല്ലാന്ന് വെച്ചെങ്കിൽ അത് എനിക്ക് ഭയങ്കര വിഷമാവും. അവർ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ ഒരു വിഷമമുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ ഏതായിരുന്നാലും ഇന്ന് ഏകദേശം 30,000 വൃദ്ധരായിട്ടുള്ള പാവപ്പെട്ടവരാണ് നിങ്ങളുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 2800ഓളം സിസ്റ്റേഴ്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ കോൺഗ്രിഗേഷൻ. അതെ അതെ, ഞങ്ങൾക്ക് അബൌട്ട് 2000. ബ്രിട്ടനിലാണ് ഈ കോൺഗ്രിഗേഷൻ. ബ്രിട്ടനിൽ ആരംഭിച്ചത്. അതായത് 1831. അതായത് നിങ്ങളുടെ ഫൗണ്ടർ ജാൻ ജുഗാൻ ഒരിക്കല് ഈ
തെരുവോരത്ത് ഒരു കൊടും തണുപ്പില് അതെ ഒരു വ്യക്തി ആരുമില്ലാതെ കിടക്കുന്ന കണ്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അവിടെ പരിചരിച്ചു. അത് തന്നെ, അതാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് അത് പറയുന്നത്. തന്നെയാ തുടക്കം. ആ സമയം ഫ്രഞ്ച് റെവല്യൂഷൻ, ആ സമയം, ആ സമയത്ത്. അപ്പൊ അത് ഭയങ്കര കഷ്ടപ്പെട്ട ഒരു സമയമല്ലേ. അതെ. അപ്പൊ അങ്ങനെ ഒരു വയസ്സായ പെണ്ണിനെ അതിന് കണ്ണുകൊണ്ടുകൂടെ അതിനെ കൊണ്ടുവന്നു. പിന്നെ ഒരാള് കാലില്ലാത്ത ആള് കൊണ്ടുവന്നു. അങ്ങനെ അങ്ങോട്ട് പെരുകി. പിന്നെ 2-3 പേര് ജാൻജുഖാനെ സഹായിക്കാൻ പോയി. കോൺഗ്രിഗേഷൻ തുടങ്ങിയത് അങ്ങനെയാണ്. അത് നിങ്ങളുടെ ഫൗണ്ടർ പറഞ്ഞൊരു സെന്റൻസിനെ ഒത്തിരി സ്പർശിച്ചു. പാവങ്ങളാണ് നമ്മളുടെ കർത്താവ്, അവരെ ശുശ്രൂഷിക്കുമ്പോൾ പറയണം, ഇതെന്റെ കർത്താവിനെ തന്നെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അത് വലിയൊരു കാര്യം. അതായത് ഓരോ പാവങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ ഈശോ അവിടെ മിസ്റ്റിക്കലി അവരിലുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് വേണം. അതിന് സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലോട്ട് ഓഫ് സാക്രിഫൈസ്. അതെ. ആൻഡ് ഓൾസോ വി നീഡ് ടു ഹാവ് വെരി ക്ലോസ് യൂണിയൻ വിത്ത് ദ ലോർഡ്. ഈശോയോട് വളരെ അടുത്ത് ജീവിക്കണം, എന്നാലേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്യാൻ എളുപ്പമല്ല. തീർച്ചയായിട്ടും സിസ്റ്ററിന്റെ വ്യക്തിപരമായ അനുഭവത്തിന് ഇവരെ ശുശ്രൂഷിക്കുമ്പോ ശുശ്രൂഷിക്കുന്ന നാളുകളിൽ ഉണ്ടായ അനുഭവ ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നു അവരൊക്കെ നോക്കാൻ, അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു? അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ചെയ്യാനാണ് നമുക്ക് ദൈവത്തോട് ക്ലോസ് ആയി ജീവിച്ചാലേ അത് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിനെ അവരിൽ കാണാനായിട്ട് നോർമൽ ഹ്യൂമൻലി സെയിം കനോട്ട്. അപ്പൊ അതുകൊണ്ട് ദൈവവുമായി ആഴമായ ബന്ധത്തിൽ ഇരിക്കണം, അവിടെ നിന്ന് ശക്തി സ്വീകരിച്ച് ഇവർക്ക് കൊടുക്കുക. അതന്നെ. അത് വലിയൊരു ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണല്ലോ, കാത്തലിക് ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസം അവരോട് കൂടി ഷെയർ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വിചാരിക്കും ഞങ്ങളിവിടെ കൺവേർഷൻ ചെയ്യാൻ വന്നതോ മാനസാന്തരപ്പെടുത്താൻ വന്നതോന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞങ്ങള് ആരുടെ ഇതുമായിട്ട് റിലീജിയനായിട്ട് മിക്സ് ചെയ്യില്ല. ഓരോരുത്തരുടെ റിലീജിയനും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യും. ഇപ്പൊ മുസ്ലിമാൻസിന് അവരുടെ ഫീസ് ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കും, അർമേനിയൻസ് ഫീസിന് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആവും, കാത്തലിക് അങ്ങനെ ക്രിസ്മസ് ഒക്കെ അങ്ങനെ എല്ലാവരുടേതും ഞങ്ങൾ നോക്കും, അതനുസരിച്ച് ചെയ്യും. അതെ. സുവിശേഷത്തിലെ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഇവര്. കാരണം മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും വാരിക്കോരി കൊടുത്ത് സുവിശേഷം ജീവിക്കുകയാണ് ഇവിടെയുള്ള. അതന്നെയാണ്. അപ്പം കർത്താവ് പറഞ്ഞിട്ടില്ലേ, whatever you do to the least of my brothers you do unto me. That should be our focus. അതെ. ഇന്ന് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഇവിടെ വരുമ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇവിടെ ആദ്യം വരാനിരുന്നത് എന്ന് ഞാൻ കേട്ടിരുന്നു. അതെ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ലയോ 14 മാർപ്പാപ്പ ഇവിടെ വന്ന് നമ്മളെ സന്ദർശിക്കുന്നതെന്ന് കേട്ടത്. അത് ശരിയാണ്. ഇവിടെ വോളണ്ടിയേഴ്സും ബെനഫാക്ടേഴ്സും എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ വലിയ ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടു സംസാരിച്ചപ്പോ. അത് ശരിയാ. കാരണം എളിയവരെ കാണാനാണ് ലയോ 14 മാർപ്പാപ്പ എത്തിയിരിക്കുന്നത്. ഇന്നലെ പ്രസിഡന്റിനെ കണ്ടു, പാലസിൽ പോയി വലിയ ഗ്രാൻഡ് വെൽക്കം കഴിഞ്ഞ് ഇവിടെ അതിനോടൊപ്പം തന്നെ ദൈവം ഒളിഞ്ഞിരിക്കുന്ന ഒരു പാവപ്പെട്ട സ്ഥലത്ത് മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പ വരികയാണ്. അപ്പൊ നമുക്ക് നന്ദി പറയാം. ഈ നിമിഷങ്ങളിൽ നമ്മളോട് പ്രിയപ്പെട്ട സിസ്റ്റർ മേരി ഇഗ്നേഷ്യസ് സംസാരിക്കുകയായിരുന്നു. ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ കോൺഗ്രിഗേഷനിലെ ഇവിടെ 6 സിസ്റ്റേഴ്സാണ് ഇവരുള്ളത്. ഇവർ അഹോരാത്രം ഓടി നടന്ന് പാവങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നു. മാർപ്പാപ്പ വരുമ്പോ ഇവര് നേരിട്ട് അവരെ മാർപ്പാപ്പയെ കാണുന്നതായിരിക്കും. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി. ഒപ്പം ഇവരുടെ ശുശ്രൂഷകൾ വഴി ദൈവത്തെ മറ്റുള്ളവർ അറിയാനും യേശുവിനെ അറിയുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഇസ്താംബൂളിൽ നിന്നും ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പുവർ കോൺവെന്റിൽ നിന്ന് ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ. സോ ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് വിക്ടോറിയയാണ്. വിക്ടോറിയ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പുവറിന്റെ കൂടെ ഇവിടെ ജോലി ചെയ്യുകയാണ്. അപ്പം സിസ്റ്റർ, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് ദാറ്റ് വെൻ യു ഹേർഡ് ദാറ്റ് ഹോളി ഫാദർ പോപ്പ് ലയോ ഈസ് കമ്മിങ്? I feel very excited now. Also, I'm feeling excited, very nervous, but there is an inside joy, and we are more happy. We can get to see him closer. Yeah, you are able to see Holy Father. So it is a big blessing. Yes. അപ്പൊ അവര് പറഞ്ഞത് അവര് വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷവതിയാണ്. പരിശുദ്ധ പിതാവിനെ തൊട്ടടുത്ത് നേരിൽ കാണാമെന്നുള്ള ഒരു സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത്. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ സന്ദർശിക്കുന്ന ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ എന്ന കോൺവെന്റിലാണ് ഞാൻ. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ
ലെയോ 14 മാർപ്പാപ്പ ഇവിടെ എത്തിച്ചേരും. 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ബ്രിട്ടനിയിൽ ജാൻ ജുഗാൻ എന്ന് പറഞ്ഞ ഒരു വിശുദ്ധ ആരംഭിച്ച കോൺഗ്രിഗേഷനാണിത്. 2300ഓളം സിസ്റ്റേഴ്സാണ് ലോകമെമ്പാടും ഇവർക്ക് ഉള്ളത്. പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന, അവരെ പരിചരിക്കുന്ന ശുശ്രൂഷയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷ വേല. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ജാൻ ജുഗാൻ എന്ന് പറഞ്ഞ ഈ വിശുദ്ധ, ഈ കോൺഗ്രിഗേഷൻ്റെ ഫൗണ്ടറസ്, ഈ കോൺഗ്രിഗേഷൻ ആരംഭിക്കാൻ നിദാനമായൊരു സംഭവമുണ്ട്. ഫ്രാൻസിൻ്റെ തെരുവോരങ്ങളിൽ കൊടും മഞ്ഞിൽ ആരോരുമില്ലാതെ വഴിയോരത്ത് കിടന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കണ്ട് മനസ്സലിഞ്ഞ് ആ വ്യക്തിയെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരിചരിച്ച്, സ്വന്തം വീട്ടിൽ കിടത്തി ഉറക്കി പരിചരിച്ച് കഴിഞ്ഞപ്പോൾ ആ അനുഭവത്തിൽ ഒരു ഉൾവിളി ലഭിച്ചിട്ടാണ് ഈ കോൺഗ്രിഗേഷൻ ആരംഭിക്കുവാനായിട്ട് ജാൻ ജുഗാന് പ്രേരണ ലഭിക്കുന്നത്. ഇന്ന് ഈ കോൺഗ്രിഗേഷൻ ലോകമെമ്പാടും 31 രാജ്യങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ത്യയിലും ബോംബെയിലും കൽക്കട്ടയിലും പല സ്ഥലങ്ങളിലും അവരുടെ ശുശ്രൂഷകളുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 30,000-ലേറെ വൃദ്ധരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ളവരെ ഇവർ ലോകമെമ്പാടും പല സ്ഥലങ്ങളിലായിട്ട് പരിചരിക്കുന്നു. ഏതായിരുന്നാലും ലെയോ 14 മാർപ്പാപ്പ തുർക്കിയിൽ അങ്കാറയിൽ, ക്യാപിറ്റൽ തലസ്ഥാനമായ സ്ഥലത്ത് വന്ന് പ്രസിഡൻഷ്യൽ പാലസിൽ വന്ന് പ്രസിഡന്റിനെയും മറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും എല്ലാം കണ്ടതിന് ശേഷം ഇന്ന് ഈ പാവപ്പെട്ട കോൺവെൻറ്റിൽ പാവങ്ങളെ കാണുവാൻ ലെയോ 14 മാർപ്പാപ്പ ഇവിടെ എത്തുമ്പോൾ അതിന് ആഴമായ ചില അർത്ഥങ്ങളുണ്ട്. കാരണം തിരുസഭ പാവപ്പെട്ടവരുടേതാണെന്നും പാവങ്ങളുടെ പക്ഷം ചേരുന്നതാണെന്നും തിരുസഭ അവരെ സ്നേഹിക്കുന്നുവെന്നും കൂടി ഇത് വ്യക്തമാക്കുകയാണ്. ജാൻ ജുഗാൻ എന്ന് പറഞ്ഞ ഈ കോൺഗ്രിഗേഷൻ്റെ ഫൗണ്ടേഴ്സായിട്ടുള്ള വ്യക്തി പറഞ്ഞ ഒരു വാക്യമുണ്ട്: നിങ്ങൾ പാവങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ അവർ നമ്മളുടെ കർത്താവാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാവങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അത് സത്യമാണെന്ന് തോന്നി. കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ 6 സിസ്റ്റേഴ്സേ ഉള്ളൂ. 60-ലധികം ഇൻമേറ്റ്സ് ഉണ്ട്. പല വിഭാഗങ്ങളിൽപ്പെട്ടവർ, ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അർമേനിയൻസ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, കാത്തലിക്സ് ഉണ്ട്, അങ്ങനെ സിറിയൻസ് ഉണ്ട്. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരെ അവർ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓടി നടന്നിട്ടാണ് അവരിവിടെ ശുശ്രൂഷ ചെയ്യുക. അപ്പം ലെയോ 14 മാർപ്പാപ്പ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ അവർ വളരെയധികം എക്സൈറ്റഡ് ആണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാവരും ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെയുള്ള ബെനഫാക്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്നവർ, ചുറ്റുപാടുമുള്ളവരെല്ലാം ഈ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ, പാവങ്ങളെ സ്നേഹിക്കുന്ന, പാവങ്ങളിൽ ഈശോയെ കണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന അവരുടെ ശുശ്രൂഷകൾക്ക് ദൈവം കൊടുത്ത ഒരു പ്രതിഫലം തന്നെയാണ് ഇവരുടെ ഭവനത്തെ ഇവരെ അന്വേഷിച്ച് ലെയോ 14 മാർപ്പാപ്പ ഇവിടെ വന്ന് ഇവരെ സന്ദർശിക്കുന്നു, ഇവർക്ക് സന്ദേശങ്ങൾ നൽകുന്നു, ഇവരുമായി ഏതാനും നിമിഷങ്ങൾ ചെലവിടുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. ഏതായിരുന്നാലും നമുക്ക് നന്ദി പറയാം ദൈവത്തിന്. കാരണം ഈ നിമിഷങ്ങളിൽ ഇസ്താംബുൾ, തുർക്കി മാർപ്പാപ്പ സന്ദർശിക്കുമ്പോൾ മാർപ്പാപ്പയുടെ സന്ദർശനം വലിയൊരു ചലനം ഈ രാജ്യത്ത് സൃഷ്ടിക്കട്ടെ. മാർപ്പാപ്പയുടെ സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയും സാന്നിധ്യവും പ്രാർത്ഥന നിർഭരമായ വാക്കുകളുമെല്ലാം അനേകരെ സ്പർശിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതാണ് അവരുടെ കോൺവെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം. അതോടൊപ്പം തന്നെ നമ്മൾ നടന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവരുടെ ചാപ്പലാണ്. ഈ ചാപ്പലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ലെയോ 14 മാർപ്പാപ്പ എല്ലാവരും കാണുകയും അഭിസംബോധന ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. നാം പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു പ്ലാക്ക് അവിടെ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ലെയോ 14 മാർപ്പാപ്പയായിരിക്കും അത് അനാച്ഛാദനം ചെയ്യുന്നത്. അതായത് നൈസേൻ കൗൺസിൽ നടന്നതിൻ്റെ 1700-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് തുർക്കിയിൽ ലെയോ 14 മാർപ്പാപ്പ വന്നപ്പോൾ ഞങ്ങളുടെയും കോൺവെൻറ്റ് സന്ദർശിച്ചു എന്ന് ആലേഖനം ചെയ്തിരിക്കുകയാണ് അതിനകത്ത്. ഏതായിരുന്നാലും ഈ കാണുന്ന റെഫക്ടറിയാണ് ഇവിടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ളവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു, അല്ലാത്തവർക്ക് അവർ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ഏതായിരുന്നാലും അവർ ചെയ്യുന്ന ശുശ്രൂഷ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു വാക്ക്, അവർ
സുവിശേഷം ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവരെ കാണുമ്പോൾ സുവിശേഷം, നല്ല വാർത്ത, സന്തോഷത്തിൻ്റെ വാർത്ത അവരുടെ മുഖത്ത്, അവരുടെ ഇടപെടലുകളിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, പാവപ്പെട്ടവരിലൂടെ, അവരെ ശുശ്രൂഷിക്കുന്നവരിലൂടെ. തുർക്കിയിൽ ഇസ്താംബൂളിലുള്ള ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ എന്ന കോൺവെന്റിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷനു വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.